നോക്കിയിട്ട് എൻ്റെ മുഖത്തെ കറുത്ത പാടുകളും കുരുക്കളും കാരണം എൻ്റെ ആത്മവിശ്വാസം പോയി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? എടി, വില കൂടിയ ബ്യൂട്ടി പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ലളിതവും എന്നാൽ അത്ഭുതകരവുമായ ഈ വഴികളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കിക്കൂടേനോ? എടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് മുഖത്തൊരു കുരു വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു രഹസ്യ ദുആവും നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങളും ഇന്ന് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. നീ എന്താക്കണം, ഇത് മുഴുവനും ബോറടിക്കാതിരുന്ന് കേൾക്കണം, എന്നാൽ മാത്രമേ എനിക്കത് ജീവിതത്തിൽ ഉപകാരപ്പെടുള്ളൂ കേട്ടോ. ഇനി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുത്ത ആ ദുആ ഒന്ന് പറഞ്ഞോണ്ടാ, അതിനു വേണ്ടി വെയിറ്റിംഗാ. ഒന്നാമത് വുളു എടുക്കലാട്ടോ. നമ്മുടെ ഇസ്ലാം ശുദ്ധിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ശുദ്ധി ഈമാന്റെ പകുതിയാണെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. വുളുവിന്റെ മാന്ത്രികത എന്താണെന്ന് അറിയാം നമുക്ക്? ദിവസവും 5 നേരം നമ്മൾ വുളു ചെയ്യുന്നത് നമ്മളെ മുഖത്തെ എണ്ണമയവും അഴുക്കും ഇല്ലാതാക്കും, അത് നീക്കം ചെയ്യും. പിന്നെ രക്തയോട്ടം, വുളു ചെയ്യുമ്പോൾ മുഖത്ത് വെള്ളം ഇങ്ങനെ തടവുന്നത് മുഖത്തെ കോശങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മുഖത്തിന് ഒരു സ്വാഭാവിക തിളക്കം നൽകാനും പിന്നെ ഇത് ചെയ്യും. ഇത് വെറും ഒരു കഴുകലല്ല കേട്ടോ, ഒരു നാച്ചുറൽ സ്കിൻ തെറാപ്പിയാണ് മോളെ. അപ്പോൾ ദിവസം 5 നേരം ഉളു എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഉളു എടുക്കണ നല്ലതല്ലേ? രണ്ടാമത്തത് പ്രകൃതിദത്ത ഔഷധങ്ങൾ. നമ്മുടെ ഭക്ഷണക്രമത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ചർമ്മത്തിന് വലിയ മാറ്റങ്ങൾ നൽകും. ഒന്നാമത്തത് തേന്. ഖുർആൻ രോഗശമനം എന്ന് വിശേഷിപ്പിച്ച തേൻ ഒരു മികച്ച ആന്റി ബാക്ടീരിയലാണ് മോളെ. രാത്രി കിടക്കാൻ നേരം പാടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് തേനെടുത്ത് പുരട്ടി നോക്കുകയാണ്, നല്ല മാറ്റം ഉണ്ടാവും. രണ്ടാമത്തത് ഒലിവ് ഓയിൽ. അനുഗ്രഹീതമായ മരത്തിൽ നിന്നുള്ള ഒരു എണ്ണാണിത്. വരണ്ട ചർമ്മമുള്ളവരില്ലേ രാത്രിയിൽ 1 or 2 തുള്ളി ഒലിവ് ഓയിൽ ഉപയോഗിച്ച് മുഖം ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ചർമ്മം മൃദുവാക്കാൻ നമ്മളെ സഹായിക്കും മോളെ. മൂന്നാമത്തത് കരിഞ്ജീരകമാണ് മോളെ. ഇത് അരച്ച് പുരട്ടുന്നതില്ലേ ഇതിന്റെ എണ്ണ ഉപയോഗിക്കുന്നത് മുഖക്കുരുവിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. എന്താ അറിയോ, ആ മുഖക്കുരുള്ള സ്ഥലത്ത് ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ അതങ്ങനെ ചെറുതായി പോകും. ഇനി അടുത്ത് ആ രഹസ്യ പ്രാർത്ഥന എന്താന്ന് പറഞ്ഞ കേട്ടോ. ഞാൻ ആദ്യം തന്നോട് പറഞ്ഞില്ലേനോ, അള്ളാഹു താലൻ്റെ റസൂലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ വിരലിൽ ഒരു ചെറിയ കുരു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നീ ഇപ്രകാരം പറയുക എന്ന്. എങ്ങനെ, എന്താണ് പറയേണ്ടതെന്ന് നീ നോക്കിക്കോ. അപ്പൊ പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുമ്മ മുസഗിറൽ കബീർ വ മുകബ്ബിറ സ്വഗീർ സ്വഗീർ മാബി. വലുതിനെ ചെറുതാക്കുന്നവനും ചെറുതിനെ വലുതാക്കുന്നവനുമായ അള്ളാഹുവേ, എന്നിലുള്ള ഈ പ്രയാസത്തിനെ, കുരുവാണെങ്കിൽ കുരു, എന്താണ് പ്രയാസം വെച്ചാൽ അവിടെ പ്രയാസമാക്കി പ്രയാസം പറഞ്ഞിട്ട് ഇതിനെ ചെറുതാക്കി തരണമേ, ഇതിനെ ഇല്ലാതാക്കി തരണമേ എന്ന് വിശ്വാസത്തോടെ നീ പതിവാക്കി നോക്കുമ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്ത ഏറ്റവും ഫൈനലായിട്ടുള്ള കാര്യം ആന്തരികമായിട്ടുള്ള ശുദ്ധിയാണ് മോളെ. നമ്മുടെ മുഖം എന്നത് നമ്മുടെ മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കണ്ണാടിയാണ് അല്ലേ, മനസ്സിൻ്റെ കണ്ണാടിയാണ്. അപ്പോൾ സുജൂദിൽ അധിക സമയം ഇരിക്കുന്നത് മുഖത്ത് എന്താക്കുന്നവർ പ്രകാശിപ്പിക്കും. പിന്നെ മനസ്സിൻ്റെ ശുദ്ധി, മനസ്സിൽ അസൂയ, കോപം, വെറുപ്പ് എന്നിവ ഒഴിവാക്കണം. ഇതൊക്കെ എന്താക്കും, നമ്മുടെ മനസ്സിനെ കറുപ്പിക്കുകയും അത് മുഖത്ത് നമ്മളെ നൂറില്ലേ ആ നൂറിനെ കെടുത്തി കളയും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കൽ ഒരു സുന്നത്താണ്, അതെന്താണ്, ഒരു ധർമ്മമാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് മുതൽ തുടങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങളും എന്നോടൊപ്പം ചേർന്നോളി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് തേച്ചിട്ട് മാറ്റം വന്നാൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.